ഫിനിക്സ് ഫ്രണ്ട്സ് എൻ്റർടൈൻമെൻറ്റിലൂടെ ഏവർക്കും സ്വാഗതം. ടാറ്റ IPL 2026 ഇന്ന് നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് മുംബൈ ഇന്ത്യൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലായിരുന്നു. വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ തുടർച്ചയായ രണ്ടാമത്തെ കളിയിലും 200 റൺസിന് മേലെ ചേസ് ചെയ്താണ് ടീമുകൾ വിജയിച്ചത്. മുംബൈ ഇന്ത്യൻ നിരയിൽ 3 പേരും കൊൽക്കത്ത നിരയിൽ 3 പേരും ഇന്ന് അവരവരുടെ ടീമിന് വേണ്ടി ആദ്യമായി കളത്തിലിറങ്ങി. മുംബൈ ഇന്ത്യൻസിൽ നമ്മുടെ ഷർദുൽ ഠാക്കൂർ അടക്കം ഇന്നുണ്ടായിരുന്നു. ആദ്യമായിട്ട് അവരുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ ജേഴ്സി അണിഞ്ഞു. അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയുടെ തകർപ്പൻ പ്രകടനമാണ് അവരെ വമ്പൻ സ്കോറിലെത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 220 റൺസ് എടുത്തു. അജിങ്ക്യ രഹാനെ 40 ബോളിൽ 3 4ഉം 5 6ഉം അടക്കം 67 റൺസ്. ഫിൽ അലൻ 17 ബോളിൽ 6 4ഉം 2 6ഉം അടക്കം 37 റൺസ്. കാമറൂൺ ഗ്രീൻ 10 ബോളിൽ 18 റൺസ്. രഘുവംശി 29 ബോളിൽ 51 റൺസ്. റിങ്കു സിംഗ് 21 ബോളിൽ 33 റൺസ്. എന്നിങ്ങനെ ഈ പ്രകടനമാണ് കൊൽക്കത്തനെ ഈ മികച്ച ടോട്ടലിലോട്ട് എത്തിച്ചത്. അപ്പോൾ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ബോൾട്ട് 4 ഓവറിൽ 38 റൺസ്, ഹാർദിക് പാണ്ഡ്യ 3 ഓവറിൽ 39 1, ബുംറ 4 ഓവർ 35. ഷർദുൽ ഠാക്കൂറിൻ്റെ മികച്ച പ്രകടനമാണ് അവരെ കൊൽക്കത്തയുടെ റൺ റേറ്റ് കുറയ്ക്കാൻ കാരണം. 4 ഓവറിൽ 39 3 വിക്കറ്റാണ് ഷർദുൽ ഠാക്കൂർ എടുത്തത്. കൊൽക്കത്തയുടെ സ്കോർ 20 ഓവറിൽ 4 വിക്കറ്റിന് 220 റൺസ് ആണ്. അങ്ങനെ മുംബൈ ഇന്ത്യൻസിന് ജയിക്കാൻ 120 ബോളിൽ 221 റൺസ് വേണം. മികച്ച ഓപ്പണിംഗ് പ്രകടനം ഉണ്ടെങ്കിൽ മാത്രമേ മുംബൈ ഇന്ത്യൻസിന് ഈ കളിയിൽ വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഓപ്പൺ ചെയ്ത നമ്മുടെ രോഹിത് ശർമ്മയും അതേപോലെ തന്നെ റിയാൻ കൾട്ടനും അടിച്ച് തകർക്കുക തന്നെ ചെയ്തത്. കാരണം രണ്ടുപേരും 50 അവരുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് തന്നെ വമ്പൻ സ്കോർ കണ്ടെത്തി. അപ്പോൾ രോഹിത് ശർമ്മ 38 ബോളിൽ 78 റൺസാണ്, 6 4ഉം 6 6ഉം ആയിരുന്നു. റിയാൻ റിക്കൾട്ടൺ 43 ബോളിൽ 4 4ഉം 8 6ഉം അടക്കം 81 റൺസ്. സൂര്യകുമാർ യാദവ് 8 ബോളിൽ 16 റൺസ്. തിലക് വർമ്മ 14 ബോളിൽ 20 റൺസ്. ഹാർദിക് പാണ്ഡ്യ 11 ബോളിൽ 18 റൺസ്. നമൻദീർ 2 ബോളിൽ 5 റൺസ്. അങ്ങനെ 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 224 റൺസാണ് മുംബൈ ഇന്ത്യൻസ് അടിച്ചു കൂട്ടിയത്. കൊൽക്കത്തയ്ക്ക് വേണ്ടി ബൗളിംഗ് നിരയിൽ ആരും തന്നെ മികച്ച പ്രകടനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. വൈഭവ് 4 ഓവറിൽ 52 റൺസ്, വരുൺ ചക്രവർത്തി 4 ഓവർ 48, ത്യാഗി 4 ഓവർ 43, നാരായൺ 3 ഓവറിൽ 30 എന്നിങ്ങനെ എല്ലാവരും തന്നെ നല്ല അടി വാങ്ങി. വിക്കറ്റുകൾ ത്യാഗിക്കും നരേനും മാത്രം ഓരോ വിക്കറ്റുകൾ നേടാൻ കഴിഞ്ഞു. അതുതന്നെയാണ് ഇവരുടെ തോൽവിക്ക് കാരണം. അങ്ങനെ നമ്മുടെ രോഹിത് ശർമ്മയും ടീമും 6 വിക്കറ്റിൻ്റെ ആധികാരിക വിജയം തന്നെയാണ് കരസ്ഥമാക്കിയത്. കളിച്ച 2026 ആദ്യ കളിയിൽ തന്നെ അവർ വിജയം കരസ്ഥമാക്കി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. IPL സംബന്ധമായ വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ.